എല്ലാവർക്കും നമസ്കാരം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് ഒരു മാസം വരെ കേടാവാതെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി വെക്കാം. ഒരു മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് കേടാവാതെ നിറം മാറാതെ തന്നെ വെക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എപ്പോഴും ഒരുപാട് അളവിൽ ചെയ്യാതെ കുറച്ച് അളവിൽ ചെയ്യുന്നതാണ് നല്ലത്. അതിനുവേണ്ടി 1 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം ഇഞ്ചി നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്തു വയ്ക്കാം. 1 കപ്പ് ഇഞ്ചി എടുത്തപ്പോൾ 1.5 കപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിലും 1.5 കപ്പ് തന്നെ എടുക്കാം. വലിയ വെളുത്തുള്ളിക്ക് കുറച്ചൊരു ഫ്ലേവർ കുറവായിരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ജാർ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ലതുപോലെ തുടച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കണം. മണമില്ലാത്ത ഓയിൽ ചേർക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുമിച്ച് ഇട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒരു 3 മിനിറ്റൊക്കെ എടുക്കും ഇത് നല്ലതുപോലെ പേസ്റ്റായി അരഞ്ഞു വരാനായിട്ട്. ഇനി പവർ കുറവുള്ള മിക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചായിട്ട് മാത്രം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ചൂടായിട്ടുണ്ടാവും മിക്സിയുടെ ജാറ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊരു കുപ്പിയിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് നാളേക്ക് വേണ്ടി ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം സൂക്ഷിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കുപ്പിയിലായിരിക്കണം അടച്ച് വെക്കേണ്ടത്. അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒട്ടും തന്നെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതുപോലെ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുപ്പിയിലാക്കുക. 1 മാസം വരെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ ഓരോ സമയം എടുക്കുമ്പോഴും ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുത്ത് വയ്ക്കുക. നല്ലതുപോലെ അടച്ച് വയ്ക്കുക. മിക്കവാറും എല്ലാ കറികളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്